സുന്ദരീസ്. അപ്പോൾ ഇത്തവണത്തെ ഡൽഹി യൂട്യൂബ് ഇവൻറ്റിന് ഞാൻ തനിയല്ല, ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് തന്നെ ഉണ്ണിമായുണ്ട്, രവീനയുണ്ട്, കല്യാണിയുണ്ട്, നെറിനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും ഉണ്ണിയും കൂടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ശരിക്കും ഡൽഹിയിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ അവർ തമ്മിൽ കണ്ടുമുട്ടിയത്. അപ്പോൾ ഇതേ നമ്മളെ യൂട്യൂബ് ടീം തന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു. ഇത് സ്പോൺസേർഡ് ആണ് കേട്ടോ യൂട്യൂബിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ 5 സ്റ്റാർ ഹോട്ടലും ഫുൾ ഇങ്ങനെ അടിപൊളി സെറ്റപ്പായിട്ട് കാണാമല്ലോ. യൂട്യൂബ് സ്പോൺസർ ചെയ്യുന്ന ഇവൻറ്റ്സ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് അവരവരുടെ ക്രിയേറ്റേഴ്സിനെ ട്രീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമല്ല, പാമ്പർ ചെയ്യും നമ്മളെ. ശരിക്കും നന്നായി നോക്കും. യൂട്യൂബ് ആ കാര്യത്തിൽ അടിപൊളിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ 3 പ്ലാറ്റ്ഫോംസിലും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് പണ്ട് ടിക്ടോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 ഉണ്ടാവും. ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, യൂട്യൂബ്. അതിലേറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ക്രിയേറ്റേഴ്സിന് അന്നും ഇന്നും എന്നും യൂട്യൂബാണ്. അതിൽ യാതൊരു സംശയമില്ല കേട്ടോ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. എന്തായാലും നമ്മൾ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ആരും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടൽ നോക്കി റിവ്യൂ ഒക്കെ നോക്കി നമ്മൾ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ചോദിച്ച് ആർക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ ചോദിച്ച് എല്ലാവർക്കും ഡിഫറെൻറ്റ് സാധനങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. നമ്മളിങ്ങനെ ക്യാമറയൊക്കെ ഇങ്ങനെ വെച്ചിട്ടല്ലേ എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിങ്ങനെ നമുക്കിങ്ങനെ അവർ വിളമ്പി തരിക. നമ്മൾ അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. കഴിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാനും ഉണ്ണിയും കൂടെ ചിലപ്പോൾ സരോജിനി മാർക്കറ്റിൽ പോകും. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് യൂട്യൂബ് ഈ ഒരു ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പോലെ കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ കേക്കൊക്കെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ്സിനെ അപ്പം തന്നെ എടുത്തു വെച്ചു ഇമ്മക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കേക്ക് കഴിച്ചു. നല്ലതായിരുന്നു. ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല, എനിക്ക് മധുരമായതുകൊണ്ട്. പക്ഷെ നല്ല അടിപൊളി ദിവസം കേട്ടോ.